അപ്രതീക്ഷിതമായി എത്തിയ പേമാരി പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് വരുത്തിയത്. ചുറ്റും വെള്ളത്താൽ ഒറ്റപ്പെട്ടപ്പോഴും പ്രകൃതി ഒരുക്കിയ പ്രതിസന്ധിക്ക് മുന്നിൽ മനുഷ്യർ സംഘടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തിരുവല്ല താലൂക്കിൽ പെരിങ്ങര പഞ്ചായത്തിന് കീഴിലെ കഴുപ്പിൽ ഉന്നതിയിലെ വായനശാല അവർ ദുരിതാശ്വാസ ക്യാമ്പാക്കി. ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്തും വീടുകളിൽ അന്തിയുറങ്ങിയും വെള്ളമിറങ്ങാൻ കാത്തിരിക്കുകയാണ് അവർ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവല്ല പെരിങ്ങര ഗ്രാമപഞ്ചായത്തിന് കീഴിലെ 3-ാം വാർഡിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇവയെല്ലാം തന്നെ. നമ്മളിപ്പം ഒരു ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ബോട്ട് നേരെ ചെന്നെത്തുന്നത് അവിടെ ഒരു ഉന്നതിയിലേക്കാണ്. അവിടെ ഏകദേശം 35ഓളം കുടുംബങ്ങൾ ഉള്ള ഒരു ഉന്നതിയാണ്. പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പൂർണ്ണമായും അവിടെ ഒറ്റപ്പെട്ട് അവിടെ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. ിൽ ഒരു തവണ പ്രളയത്തെ അതിജീവിച്ചവർ അപ്രതീക്ഷിതമായി എത്തിയ പേമാരി അവരെ വീണ്ടും പരീക്ഷിക്കുകയാണ്. പുറത്തേക്കിറങ്ങാൻ വഴിയില്ല, വീടുകളിൽ കഴിയുന്നതും സുരക്ഷിതമല്ല. കഴുപ്പിൽ ഉന്നതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 32ലധികം കുടുംബങ്ങളാണ് നിലവിലുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ പൂർണ്ണമായും ഈ വീടുകളെല്ലാം തന്നെ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വീട്ടിനകത്ത് കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളാണ്. അതെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ ഒന്ന് സുരക്ഷിതമായി കട്ടിലിലൊക്കെ കയറി ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മോനെ, വെള്ളമൊക്കെയാണ്, പേടിയാണോ? പേടിയുണ്ടോ മോളെ? പേരെന്താ? ആതിര. വെള്ളമൊക്കെ ആയിട്ട് പേടിയുണ്ടോ? ഉണ്ടോ? വെള്ളം ഇനി കൂടുതൽ വെള്ളം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സന്തോഷം. ഇറങ്ങിയില്ല നമുക്കതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത സാഹചര്യം ഭയങ്കര മോശമാണ്. കൂടുതലൊക്കെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പാടാണ്. കിണറുകളും കുടിവെള്ള പൈപ്പും കൺമുന്നിലുണ്ട്. പക്ഷേ എങ്ങനെ വെള്ളം കുടിക്കും? അതിന് ശേഷം ആദ്യമായിട്ട് ഇത്ര വെള്ളം, പനറ്റിൻ്റെ വെള്ളം ഞങ്ങളുടെ പുരയ്ക്കകത്ത് കയറിയായിരുന്നു. പുരയ്ക്കകത്ത് മുട്ടിന് വേണ്ടി വെള്ളം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോകണമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. വെള്ളം വായിക്കാൻ ഭയങ്കര പാടാണ്. അതിലാണ് ഇവിടെ നിന്നുള്ള മനുഷ്യനെല്ലാം കരപ്പറ്റുന്നത്. പ്രതിസന്ധിയുടെ ഈ നിമിഷത്തിലും ഒറ്റപ്പെടാതെ 32 കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നു. ഉന്നതിയിലെ വായനശാല അവർ ദുരിതാശ്വാസ ക്യാമ്പാക്കി. ഭക്ഷണം പാകം ചെയ്ത് പങ്കിട്ട് കഴിച്ചു. പ്രതിസന്ധിയെ അവർ ഒരുമിച്ച് നേരിട്ടു. വലിയ കുഴപ്പമില്ല, എല്ലാവരും സഹകരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ തന്നെ ഇവിടെ പാകം ചെയ്ത് ഞങ്ങൾ തന്നെ കഴിക്കുന്നു. ഞങ്ങൾ എവിടെ ഉള്ളവരും വരാത്തവർക്കും വിളിച്ച് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ മെമ്പറെല്ലാം നമുക്കിവിടെ കൊണ്ട് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മെമ്പർ ചെയ്യുന്നുണ്ട്. ഈ കരണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇല്ലാതെ വന്നത്. മറ്റേ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ സമയമായിട്ടില്ല. വീടുകളിലേക്ക് മടങ്ങാനുമാകുന്നില്ല. എങ്കിലും ഈ ദുരിതത്തിനിടയിലും കൈകോർക്കാൻ മനുഷ്യരുണ്ടെന്ന ആശ്വാസമുണ്ട്. ഇത് കാലാകാലങ്ങളിലും ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം ഇവിടെ വരാറുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കാറുമുണ്ട്. എന്നാൽ ഗവൺമെൻറ് തലത്തിൽ നല്ലൊരു ഇടപെടൽ ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഒരു മാറ്റം വരത്തുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് നേരിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവരുടെ അപര്യാപ്തത വളരെ വലുതാണ്. അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന ഗവൺമെൻറ് ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ ഈ ജനങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു പൂർണ്ണമായൊരു വിടുതൽ കിട്ടത്തുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും മനുഷ്യരെ വേർതിരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധിയെയും അവർ അതിജീവിക്കും. തിരുവല്ലയിലെ കഴുപ്പിൽ ഉന്നതി മാത്രമല്ല, ഇതുപോലെ തന്നെ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് പലയിടങ്ങളിലായി താമസിക്കുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന മഴയിൽ വെള്ളപ്പൊക്കം സാധാരണമാണെന്ന് സർക്കാർ പറയുമ്പോഴും ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് ചെറുതല്ല. ഇനിയെങ്കിലും ഈ ബുദ്ധിമുട്ടിന് ഒരു ശാശ്വത പരിഹാരമാകണം. തിരുവല്ലയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.